ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്ന് ഒരു ബെഡ്ഷീറ്റ് ഡിസൈൻ ചെയ്യലും അതേമാതിരി നമ്മൾ കുറിഞ്ചാത്തിനുള്ള അരി റെഡിയാക്കി എടുക്കണേയും കൂടി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റ് എന്നാൽ ഈ രണ്ട് ബെഡ്ഷീറ്റും കൂടി ഡിസൈൻ ചെയ്യണതാണ് ഒന്ന് ചെയ്യണത്. മറ്റേ ബെഡ്ഷീറ്റ് ഒന്ന് ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 മീറ്റർ തുണിയാണ്, രണ്ടും 2 മീറ്റർ വെച്ച തുണിയാണ്. അപ്പോൾ 4 മീറ്റർ തുണിയുണ്ട്. ഇത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഏത് വെറുത്ത് ജസ്റ്റ് ഒന്ന് അടിക്കാൻ പറ്റുന്നവർക്ക് വരെ അടിച്ചെടുക്കാൻ നടുകൊണ്ട് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കളറ് ശരിയാക്കി എടുക്കണം എന്നുള്ളൂ. പിന്നെ പറഞ്ഞാൽ ആ പുള്ളിക്കനുസരിച്ച് ഈ കളർ ഇതിൽ ഏത് കളർ പുള്ളിയാണെങ്കിലും അതിനനുസരിച്ചുള്ള തുണി നമുക്ക് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ കളർ പുള്ളിക്കാണ് മാറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇതായിട്ട് തോന്നിയത് ആ കളറാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെങ്കിലും എൻ്റെ പൂവാണ്. ആരെ ബെഡ്ഷീറ്റാണിത്? ഉമ്മച്ചിക്ക ഇത് ചെയ്യുമ്പോൾ കിടക്കട്ടെ ഇതിലേ ചെറുമാൻ്റെ ആയിക്കോട്ടെ ഈ ബെഡ്ഷീറ്റ് ചെയ്യുമ്പോൾ എടുക്കട്ടെ കേട്ടാ. ആര് ബെഡ്ഷീറ്റ് അടിച്ചത്? ഇതാരുണ്ടാക്കിയ ബെഡ്ഷീറ്റ്? ഇത് ആരുണ്ടാക്കിയ ബെഡ്ഷീറ്റാ? പറീ ചെറിമാൻ. ചെയ്യുമ്പോൾ കിടക്കട്ടെ ഇതിൽ. അതിലേക്ക് എന്നാ യേശുവും ചെയ്യുമയും കൂടി കേൾക്കല്ലേ? കുറവായ എന്തിന്? യേശുക്ക് കുറവായോ? ഞാൻ നീ നമ്മൾ മിറ്റത്ത് കളിച്ചാൻ പോവാ. അപ്പോൾ ഓൾക്ക് ആ ബെഡ്ഷീറ്റ് ഭയങ്കര ഇഷ്ടമായിട്ട് കുട്ടി അതിൽ തന്നെ കിടന്ന് മറിയട്ടെ. അപ്പോൾ ഞാനിത് ബെഡ്ഷീറ്റ് ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ഓൾ മുറ്റത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. വൈകുന്നേരം ഒന്ന് മുറ്റത്ത് നിന്ന് കറക്കി കൊണ്ടുവരുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ഓൾക്ക്. അപ്പോൾ ഇതാ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം ഈ ബെഡ്ഷീറ്റ് ഡിസൈൻ. ഇതൊന്നും കൂടി ചെയ്യാനുള്ളതാട്ടോ. അപ്പോൾ ഇതാ ഇതിൽ കുറിഞ്ചാത്തം വന്നിട്ടുണ്ട്. ഞാൻ അരി ഇപ്രാവശ്യം കൊണ്ടുവന്ന അരി അതിൻ്റെ മേലേക്കിടാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇതിൽ കുറിഞ്ചാത്തനായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കണ നേരത്താണ് ഇതിന് മുന്നേ എൻ്റെ അടുത്ത് 5 കിലോ ബിരിയാണിൻ്റെ അരി ഉണ്ടായില്ല. അതിൽ നെയ്യറുമ്പ് എന്ന് പറയും അത് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്ന സമയത്ത് ഞാൻ അതിൽ കുറേശ്ശെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ആ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തപ്പോൾ ആ എറുമ്പ് പിന്നെ അതിൽ നിന്ന് ഇല്ലാതായിട്ടാണ് അതിൽ തന്നെ കിടന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പിന്നെ എറുമ്പിന് ഇത് കുത്താൻ കഴിയൂലല്ലോ എണ്ണ വെക്കുണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു മാവേലിയിൽ നിന്ന് വാങ്ങിയ ഒരു വെളിച്ചെണ്ണൻ്റെ ഇതുണ്ട്. അപ്പോൾ അത് ഞാനിതിൽ എണ്ണ ഒന്ന് തടവി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിത് ചെയ്താൽ ശരിയാവില്ല എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ വേറൊരു ബക്കറ്റിൻ്റെ മേലെ വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതിൻ്റെ ശേഷമാട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി അതൊരു ഉപകാരപ്പെടണമല്ലോ. അപ്പോൾ അതാ ഈ അരി കംപ്ലീറ്റ് ഞാനൊരു ബക്കറ്റിലേക്ക് മാറ്റി കൊടുത്ത് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് എണ്ണമേക്ക് തടവിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ ഈ ബക്കറ്റിൻ്റെ സൈഡിലൊക്കെ ഒന്ന് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണ വെച്ചാൽ പിന്നെ നമ്മൾ ഇതിൽ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചേറിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് കൊടുന്ന അരി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലുണ്ടായിരുന്ന അരി ഞാൻ ബക്കറ്റുകൾക്ക് മാറ്റും ചെയ്ത്. അപ്പോൾ ഇന്ന് കൊടുന്ന അരിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ മേലെ ഇനി ഒരു കവറ് വെച്ചിട്ടാണ് ഇനി പുതിയ അരി ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുതിയ അരി ഇടുമ്പോൾ അതിൻ്റെ അരിയിലേക്കും അതിൻ്റെ കുറിഞ്ചാത്തിന് ഇറങ്ങി വന്നാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പുതിയ അരിയിലും ജസ്റ്റ് ഒന്ന് എണ്ണ ഇതാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഒരുപാടുണ്ട്. ഇത് വലിയൊരു പാത്രത്തിൽ വെച്ച് കണ്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഒന്നുകൂടി സൗകര്യം. അപ്പോൾ ഞാനത് ഇട്ടതിൻ്റെ ശേഷമാണല്ലോ അപ്പോൾ നമ്മൾ ഈ പരിപാടികളൊക്കെ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ വലിയ ബക്കറ്റിലൊരു പിന്നെ 70 കിലോ പോലെ അരി കൊള്ളുന്ന ഒരു ബക്കറ്റാണ്. അപ്പോൾ ഇതൊരു 24 കിലോ അരിയാണ് ഈ പുതിയതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറിഞ്ചാത്തൻ ഉണ്ടെന്നുണ്ടെങ്കിലും വലിയൊരു ബക്കറ്റിലാക്കിയാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇതാക്കി കൊടുക്കുക. അതിപ്പോൾ ഞാൻ മെയിനായിട്ട് നമുക്ക് മേൽഭാഗത്ത് ഒന്നാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശരിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് പഴയ അരിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ എണ്ണൻ്റെ ഒരു മയക്ക് അതിന്മേലും കൂടി ഒന്ന് തടവി കൊടുക്കുകയാണ് കേട്ടോ. അഥവാ ഇറങ്ങി പോവാതെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കുറച്ച് കഴിഞ്ഞാൽ അതും ശരിയാവും. ഇപ്പോൾ ഇതാ ഞാൻ എണ്ണ തേച്ച് കൊടുത്ത അരികൾ അതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. വലിയൊരു വട്ടപാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ റെഡിയാക്കി കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ആ കുറിച്ചാത്തിന് അതിലുള്ള കുറിച്ചാത്തിന് പോലും അതിന്മേ നമ്മൾ അരിമ കുത്തിയിട്ട് നമ്മൾ അരി കേടുവരുമല്ലോ, അത് സംഭവം ഇല്ലാതാക്കും. അത് ഇപ്പോൾ ഈ വട്ടപാത്രത്തിലാണ്. ഇതിപ്പോൾ അതിലേക്ക് ഒരുപാട് വെളിച്ചെണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആകെ ഈ 24 കിലോ അരിയും അതേമാതിരി ഇതിൻ്റെ മുന്നുള്ള ഒരു 25 കിലോ അരിയും കൂടി അതേമാതിരി പിന്നെ 20 കിലോ 14 കിലോ പച്ചരിയും കൂടി റെഡിയാക്കി എടുക്കാൻ ആകെ 200 ഗ്രാം വെളിച്ചെണ്ണ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പച്ചരിയിൽ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് അത് ചേറിയിട്ട് അതിൻ്റെ പൊടി ഉണ്ടല്ലോ അത് കളഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയും എണ്ണ ആവില്ല. ഇതിപ്പോൾ നമ്മളൊരു കോട്ടിങ് വരിക എന്നാണ് നമ്മളൊരു ഉദ്ദേശം. അത് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കും വെളിച്ചെണ്ണൻ്റെ അത് ഉണ്ടായാൽ എറുമ്പ് വരുന്നു, പക്ഷേ എറുമ്പൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേശ്ശെ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ എണ്ണാക്കി കംപ്ലീറ്റും അങ്ങനെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഈ 50 കിലോൻ്റെ അടുത്ത് അരി ഉണ്ടാക്കാൻ ആകെ നമുക്ക് ഇത്ര എണ്ണ ആയിട്ടുള്ളൂ, ഒരു 100 പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തുകൊണ്ട് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ പച്ചരി റെഡിയാക്കി എടുക്കുകയാണ്. 14 കിലോ പച്ചരി ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറേശ്ശെ വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നല്ല പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചേറിയെടുത്താൽ മതി. എനിക്കത് ചേറാൻ പറ്റില്ല, കാരണം വെച്ചാൽ എനിക്ക് അലർജിയാണ്. അപ്പോൾ ഈ പൊടി പാറിയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 2ാമത്തെ ദിവസമാണ്. കാരണം വെച്ചാൽ ഈ പൊടി പാറിയിട്ട് തന്നെ എൻ്റെ കണ്ണൊക്കെ ആകെ ചേർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അലർജിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റും പച്ചരി ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുത്ത് ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ശേഷമായിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇട്ട് കഴിഞ്ഞ സമയത്ത് കുറേ അരികൾ ഇതൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാരി എടുത്തിട്ട് നമുക്ക് ഈ ബക്കറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ വാരിയിട്ട് ഒന്ന് തട്ടി നന്നാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഇതിന് ഏസക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അരി കാണുമ്പോൾ ഇതിന് വാരി എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ആകെ കണ്ടില്ല നിങ്ങൾ 200 ഗ്രാമും കൂടി ആയിട്ടില്ല. അത് 500ൻ്റെ ഒരു പാക്കറ്റാണ്. അതിന് 100 ഗ്രാമേറ്റ ആയിട്ടുണ്ടാവുള്ളൂ വെളിച്ചെണ്ണ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താളേ.